ഹലോ ഫ്രണ്ട്സ്, ഐ ആം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ചേമ്പ് ഉപയോഗിച്ച് വളരെ ടേസ്റ്റുള്ളൊരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കാം. ചക്കക്കുരു മാങ്ങ കറിയുടെ ടേസ്റ്റിലുള്ളൊരു കറിയാണിത്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചേമ്പ് 1/2 കിലോ. ചേമ്പ് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇടത്തരം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ചേമ്പ് കട്ട് ചെയ്താലുടനെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ നിറം മാറുന്നത് ഒഴിവാക്കാം. അരപ്പിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: തേങ്ങ ചുരണ്ടിയെടുത്തത് 1/2 മുറി, ചെറിയ ഉള്ളി അരിഞ്ഞത് 4 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, നല്ല ജീരകം 1/4 ടീസ്പൂൺ, പച്ചമുളക് 4 എണ്ണം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. കുടംപുളി 3 ചുള. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. താളിക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: കടുക് 1 ടീസ്പൂൺ, ഉണക്കമുളക് 2 എണ്ണം, ചെറിയ ഉള്ളി അരിഞ്ഞത് 6 എണ്ണം, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. ഞാനൊരു 1/2 മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും 4 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സിയിലോ അരകല്ലിലോ വെച്ച് നല്ല മയത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ മിക്സിയിലിട്ടിട്ട് നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേമ്പ് വേവിച്ചെടുക്കാം. വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത ചേമ്പ് നികക്ക വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു മൺചട്ടിയിലാക്കി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കഴിയുന്നതും മൺചട്ടിയിൽ തന്നെ ഇതുപോലുള്ള നാടൻ കറികളൊക്കെ വെക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഞാൻ ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് മാത്രമേ നമ്മൾ എരിവിനായിട്ട് ഈ കറിയിലോട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എരിവിനനുസരിച്ച് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇനി നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്താൽ വേകാനായിട്ട് താമസം എടുക്കും. മൂടി വെച്ച് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്യാം. ചേമ്പ് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് കറിയിൽ ചേർക്കാനുള്ള താളിച്ചത് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് ഞാനൊരു ഫ്രൈയിങ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ സ്റ്റൗവിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം. ഇപ്പം ഞാനൊരു 10-12 മിനിറ്റ് ഇതിനെ കുക്ക് ചെയ്തു. ചേമ്പിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തിട്ട് വേവിച്ചാൽ ചേമ്പ് ചിലപ്പോൾ വേവാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് ഈ സമയത്ത് ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതിലോട്ട് കുടംപുളി ചേർക്കാം. കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ചേമ്പിലേക്ക് ഇനി ഉപ്പും പുളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അതിനായിട്ട് മീഡിയം ഹീറ്റിൽ ഇതിനെ ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതുപോലെ തവി വെച്ചിട്ട് ചേമ്പൊന്ന് ഉടച്ച് കൊടുക്കണം. ചേമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഉടയ്ക്കരുത്. ഇതുപോലെ കുറച്ച് ഭാഗമൊന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചക്കക്കുരു മാങ്ങ തയ്യാറാക്കുന്ന അതേ റെസിപ്പി തന്നെയാണിത്. ചക്കക്കുരുവിനും മാങ്ങയ്ക്കും പകരം നമ്മൾ ചേമ്പും കുടംപുളിയും യൂസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഇപ്പോൾ ഇത് നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. ചേമ്പായതുകൊണ്ട് കറി തണുത്ത് കഴിയുമ്പോൾ പിന്നെയും കുറുകി വരും. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. തേങ്ങ ചേർത്ത ശേഷം കറി ഒരുപാട് സമയം തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു തിള വന്നേച്ചാൽ മതി. ഈ അരപ്പിൻ്റെ ഒരു പച്ചച്ചുവ മാറി വരാൻ വേണ്ടിയിട്ട് മാത്രം.
ഇപ്പം നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മിക്സാക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന താളിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ നിന്ന് ഒരു തവി കോരി ആ ഫ്രൈങ് പാനിലേക്ക് ചുറ്റിച്ച് ഒന്ന് തിരിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി ചേമ്പ് കറി റെഡി ആയി കഴിഞ്ഞു. ഇതിപ്പോൾ കണ്ടിട്ട് ചക്കക്കുരു മാങ്ങക്കറി പോലെ തന്നെ തോന്നില്ലേ? ടേസ്റ്റും അതുപോലെ തന്നെയാണ്. അപ്പം നമുക്കിനി ഇതിനെ വൈറ്റ് റൈസിനൊപ്പം സെർവ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള ഈ ചേമ്പ് കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ കറിയുടെ ഒന്നും ആവശ്യം വരത്തില്ല. ഒരു ഉണക്കമീനോ പപ്പടമോ ഒക്കെ സൈഡ് ഡിഷായിട്ട് മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. താങ്ക്